ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കണ്ട് പരിചയം ഉണ്ടാവും. ഇത് എസ്റ്റർ ഫാഷൻ ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു ചാനലിൽ റെഫറൻസ് എടുത്തിട്ട് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ് വന്നതാണ്. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു വീഡിയോ നമുക്ക് കാണാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതിന് തൊട്ടുമ്പോൾ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്ന് കാണാം. സോ ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 2 കളർ ത്രെഡാണ് കേട്ടോ. ഇത് ഗ്രീൻ 256ഉം മറ്റേ ബ്ലൂ എന്ന് പറയുന്ന 131ഉം ആണ് കേട്ടോ നമ്പർ. 130 വെച്ചിട്ട് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ്, നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ വരും. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കസ്റ്റമറിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വേരിയേഷൻ ഏതാണെന്നുള്ളത് കസ്റ്റമറിൻ്റെ ഡിസിഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതിൻ്റെ ഈ ഒരു ടിപ്പ്, ആ ഒരു പോർഷൻ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്കിന് മൊത്തം ഞാൻ ഒരൊറ്റ സ്ട്രാൻഡ് ഓഫ് പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ ഞാൻ ത്രെഡ് കാണിച്ചിരുന്നു, അത് പേൾ കോട്ടൺ ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. അപ്പോൾ നോക്കുക, ഇതേമാതിരി ഒന്ന് കുത്തിയിട്ട് പിന്നെ കുറച്ചൊന്ന് താഴോട്ട് ഒരു മുകളിലൊരു വി ഷേപ്പ് മാതിരി അതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ വി ഷേപ്പ് വരുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രാൻഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെ പിന്നീട് ഒരു 3 ഇത് വെച്ചിട്ട് പിന്നെ മുകളിലോട്ട് പതുക്കെ ആ ഒരു മുകളിലേക്ക് ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് എന്ന് പറയാം, ആ ഒരു രീതിയിലാണ് ആ ഡിസൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓരോരുത്തരും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു കളറിൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ റെഫറൻസ് എടുത്ത ചാനലിൽ ഒരു ബ്ലൂ ഷെയ്ഡാണ്, പക്ഷേ അത് ഇതിനെക്കാട്ടി ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞ മാതിരി 131 അങ്ങനെ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡായിരുന്നു അവരുടെ ചാനലിൽ കണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിനകത്ത് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റലിന് ചെയ്യുന്നത് ഷാഡോ വർക്കാണ്. അതായത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെ അതിൻ്റെ നെഗറ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രോസ് അതിൻ്റെ താഴെ വരും. അപ്പോൾ ഞാനിത് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. വളരെ ചെറിയ ചെറിയ സ്റ്റിച്ചസാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഒറ്റ സ്ട്രാൻഡാണ്. പിന്നീട് ആ ഒരു ചെറിയ ഇതായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. നോക്കുക, ഇതേപോലെ എടുക്കുക. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാം. അതായത് ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് പെറ്റൽസ് വന്നു കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഇതേമാതിരി യു മാതിരി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുക, ഈ ഷാഡോ വർക്ക് എങ്ങനെയാണ് ചെയ്യുക, ആ ഭാഗത്ത് എത്തുമ്പോൾ എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. കുറച്ച് എനിക്ക് അങ്ങനെ രീതിയിൽ കമൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ ചെറിയ ചെറിയ കണ്ണി എടുത്തിട്ട് ചെയ്തു പോവുകയാണ്. കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്കത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ട് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് അത് അവിടെ ഞാനൊന്ന് സ്ലോ ആക്കി കാണിക്കുകയാണ്. നോക്കുക, ഇപ്പോൾ നമുക്ക് ആ യു ഷേപ്പിൻ്റെ പുറത്തേക്ക് താഴത്തെ ഷാഡോ പോകാത്ത ഇടത്തോളം നമ്മൾ ഷാഡോ ആയിട്ട് തന്നെ ചെയ്യുകയാണ്. നോക്കുക, ആ കോർണറിൻ്റെ അങ്ങോട്ടേക്ക് ആ ഒരു വി ഉള്ളതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ബാക്കി ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ബാക്ക് സ്റ്റിച്ചാണ്. നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോക്കുക, ഈ ത്രെഡ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പുറത്തേക്ക് താഴത്തെ ത്രെഡുകൾ പോകാൻ പാടില്ല. കൈവച്ചൊന്ന് ഉള്ളിലോട്ട് പിടിച്ചിട്ട് അതങ്ങോട്ട് ചെയ്തോളുക. പുറത്തേക്ക് എന്തായാലും പോകുന്നിടത്തോളം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ തള്ളി പുറത്തേക്ക് ആക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ ബോർഡറിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ചെറിയൊരു യു ആണ് നമ്മൾ വരച്ചിട്ടുള്ളൂ. ആ ഒരു യു വരുന്ന രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പെറ്റൽ ചെയ്യുമ്പോൾ മുകളിൽ നിന്നല്ല കേട്ടോ ഞാൻ ചെയ്ത് തുടങ്ങുക, താഴെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത പെറ്റൽ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കുക, അതേപോലെ അങ്ങ് തുടങ്ങിയിട്ട് ഇനി ഈ ഒരു ബോർഡറിൽ എവിടെയൊക്കെയാണോ ഞാൻ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെയാണ് അടുത്തത് കുത്തുന്നത്.
നോക്കുക, ആ ഒരു സ്റ്റിച്ചിൽ തന്നെ ഒരു മുകളിൽ നിന്ന് പൊക്കി താഴേക്ക് കുത്തിയെടുത്തേക്കാണ്. ഇപ്പുറത്ത് ആ ഒരു സൈസിൽ തന്നെ വരുന്ന രീതിയിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മളങ്ങനെ ചെയ്യുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ, അത് എങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ പെറ്റൽസ് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ഇതിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ വരുന്ന രീതിയിൽ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഒരൊറ്റ സ്ട്രാൻഡ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെയർ അവിടെ പോകുന്നത് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ സ്ട്രാൻഡ് ഓഫ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് വരുമ്പോൾ അവിടെ ഭയങ്കര തിക്കാകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയ സ്റ്റിച്ചസ് എടുക്കാതിരിക്കുക, കുറച്ച് വലിയ സ്റ്റിച്ചസ് എടുത്താലാണ് അത് ശരിയായിട്ട് വരിക. ഇതിപ്പോൾ ചെറിയ സ്റ്റിച്ചസാണ് എടുക്കുന്നത്. ഞാൻ അത്രയും ചെറിയ സ്റ്റിച്ചസ് എടുക്കുന്നതുകൊണ്ടാണ് ഒറ്റ സ്ട്രാൻഡ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി ആ ഒരു മുകൾ ഭാഗം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് തന്നെ ക്ലിയർ ആകും. ഒക്കെ കുറച്ച് ഇവിടെ ഗ്യാപ്പ് എനിക്ക് തോന്നി, അപ്പോൾ അപ്പുറത്തേക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള പോർഷൻ മൊത്തം നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചും നോക്കുക, വളരെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് എടുത്ത് തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ ഈ ചെറിയ സ്റ്റിച്ചസ് എടുക്കുമ്പോൾ. നമ്മൾ ചെറിയ സ്റ്റിച്ചസ് എടുത്ത് ചെയ്യുന്ന വർക്കിന് അതിനനുസരിച്ച് കോസ്റ്റും ഉണ്ടാവും. വലിയ സ്റ്റിച്ചസ് ആകുമ്പോൾ എളുപ്പത്തിൽ കാര്യം കഴിയും. അതിന് അപ്പോൾ റേറ്റ് കുറച്ച് ആ ഒരു ലെങ്ത്ത് എടുക്കുന്നത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നോക്കുക, നമുക്ക് ഇത് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പെറ്റലാണ് കേട്ടോ. കാരണം ഇതിൽ നിന്ന് എടുത്തു പോകാൻ എളുപ്പം എനിക്ക് അതാണ്. മറ്റേ മുകളിൽ ആ ഡോട്ട്സ് ഞാൻ ഈ കളർ ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിഡിൽ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ആ പെറ്റലിലേക്ക് ത്രെഡ് ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രെഡ് ഇങ്ങനെ നീളത്തിൽ കാണും. പക്ഷേ സെൻറ്ററിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയായിട്ട് കാണില്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് ഈ ലാസ്റ്റ് പെറ്റൽ ചെയ്തിട്ടാണ് ഞാൻ ഈ സെൻറ്ററിലെ പെറ്റൽ ചെയ്യുന്നത്. ലാസ്റ്റ് പെറ്റൽ നോർമലി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കുള്ള പെറ്റൽ ചെയ്യുമ്പോൾ 2 ഓവർലാപ്പിംഗ്, 2 ഇതിൻ്റെയും ഓവർലാപ്പിംഗ് വരും. ഇപ്പം ഞാനത് ചെയ്യുന്നത് നോക്കിക്കോളുക. കുട്ടികൾ വീട്ടിലുള്ളതിൻ്റെ ചെറിയ ഇതുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് വീഡിയോസ് എനിക്ക് അതങ്ങനെ ചെയ്യാൻ കുറച്ച് വർക്കുകളൊക്കെ കേട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ള സമയത്ത് അങ്ങോട്ട് വീഡിയോ സെറ്റ് ചെയ്യുന്നതാണ്. ക്ഷമിക്കുക കേട്ടോ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നോക്കുക, ഇതേമാതിരി അതങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ആ ഡോട്ട്സ് ചെയ്യുമ്പോൾ എന്തായാലും ഓരോ ഡോട്ട്സ് ചെയ്ത് കിട്ടിയിട്ട് അടുത്ത ഡോട്ട്സ് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അടുത്ത ഡോട്ട്സിലേക്ക് ഒരു ഡോട്ട്സ് കഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ത്രെഡ് എന്തായാലും വിസിബിൾ ആകും. അപ്പോൾ ഈ ഒരു പെറ്റലിൽ നിന്ന് ജമ്പ് ചെയ്ത് നമുക്ക് പെറ്റലിൽ നിന്ന് ഡയറക്റ്റ് ആ ഡോട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് എന്തായാലും ഓൾറെഡി കുറച്ച് കാണുന്നുണ്ട്, അത്രയും തന്നെ ഇങ്ങനെ ചെയ്താലും കാണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലാസ്റ്റ് പെറ്റലാണ് ലാസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കെട്ടിട്ടിട്ട് തന്നെ ചെയ്യുക. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് തന്നെ ഇപ്പോൾ ഞാൻ എടുത്ത ത്രെഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലവർ മൊത്തം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി ആ ഹേർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി സ്ലോ ആക്കി ഞാൻ കാണിക്കുന്നുണ്ട്. മുകളിലുള്ള ആ ഒരു പോർഷൻ നോക്കുക, ചെറിയൊരു ഇതാണ്, അത് ശരിക്കും വിസിബിൾ ആവുന്നുമുണ്ട്. അപ്പം നേരെ അത് കഴിഞ്ഞിട്ട് ആ ത്രെഡിൽ നിന്ന് ഞാനിങ്ങനെ ആ ഒരു പെറ്റൽ ചെയ്തെടുത്തുനിന്ന് എടുക്കുന്നു. ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. 4 പ്രാവശ്യം ചുറ്റിയിട്ട് ഈ ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡ് ത്രെഡ് 4 പ്രാവശ്യം ചുറ്റിയിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. നോക്കുക, അടുത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ സിക്സാഗ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരെ എടുത്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനനുസരിച്ച് ഞാനിപ്പോൾ മുകളിലോട്ട് ചെയ്യുകയാണ്. 4 പ്രാവശ്യം എടുത്തിട്ട് അതേപോലെ എല്ലാ ആ ഡോട്ട്സ് ഇട്ടിരിക്കുന്ന പോർഷൻസ് മൊത്തം ഞാൻ ഫ്രഞ്ച് നോട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത്രയും പോർഷനാണ് കേട്ടോ ഞാൻ ഈ ബ്ലൂ കളർ ത്രെഡ് വെച്ചിട്ട് എടുക്കുന്നത്. ഇനി നടുക്കുള്ള ആ ഒരു സ്റ്റെം പോർഷനും പിന്നീട് താഴെ ഒരു ലീഫും വരച്ചിട്ടുണ്ട്. ലീഫുകൾ ഓരോ ഫ്ലവേഴ്സിൻ്റെ സൈഡിൽ ഒരു ലീഫോ അല്ലെങ്കിൽ 2 ലീഫൊക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഗ്രീൻ കളർ ത്രെഡ്, അതായത് നമ്പർ 256 ആണ് എടുത്തിരിക്കുന്നത്, ആ കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റിൻ ചെയ്ത മാതിരി അത്രയും അടുപ്പിച്ച് തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ സ്റ്റിച്ച് എടുത്തുകൊണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ലൈൻ പോർഷൻ നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ്. സ്റ്റെം സ്റ്റിച്ച് ഞാൻ നോക്കുക വളരെ ചെറുതായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനും ഞാൻ 1 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ.
വളരെ നൈസായിട്ട് പക്ഷേ നന്നായിട്ട് വിസിബിളായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ഒരു എലഗൻറ്റ് ലുക്കിൽ തന്നെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഈ ഒരു സ്റ്റെം പോർഷൻ 2 പോർഷൻസും ഇതേമാതിരി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ലീഫിലേക്ക് പോകാം. ഒറ്റ സ്ട്രാൻഡൊക്കെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റിച്ചസിൻ്റെ ലെങ്ത്ത് കുറച്ച് ചെറുതായിട്ട് അല്ലെങ്കിൽ ചെറിയതായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡിൻ്റെ എണ്ണം കുറയ്ക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. സോ നമ്മൾ സ്റ്റെം പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സ്റ്റെം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതൊരു നോക്കുക, ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ചന്ദ്രക്കല രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഷാഡോ വർക്ക്, ഇതൊരു ഷാഡോ വർക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഷാഡോ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഇതും സെയിം തന്നെയല്ലേ വരാൻ പോകുന്നത്, ഇതിനകത്ത് എന്താ നോക്കാനുള്ളതെന്ന് വിചാരിക്കേണ്ട. മുകൾ ഭാഗത്ത് ലൈൻ്റെ ലെങ്ത്തും താഴത്തെ ലൈൻ്റെ ലെങ്ത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ അതൊന്ന് കറക്റ്റാക്കി പോകാൻ എന്ത് ചെയ്യാമെന്നുള്ളത്, സ്റ്റിച്ചിൻ്റെ മുകളിലുള്ള സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടുക എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ ഡിസൈൻ ആകുമ്പോൾ അങ്ങനെ ലെങ്ത്ത് കൂട്ടിയാൽ ശരിക്കും വിസിബിൾ ആകും. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുക, ചെറിയ ചെറിയ സ്റ്റിച്ചസ് എല്ലാത്തിനും ചെറുത് സെയിം ലെങ്ത്ത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, മുകളിലെത്തിയിട്ട് മുകളിൽ തന്നെ ഞാനൊരു ബാക്ക് സ്റ്റിച്ച് അവിടെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഷാഡോ ഫീൽ കിട്ടും, കാരണം ആ യു മാതിരി അവിടെ ഇരിക്കുന്നത് കൊണ്ട്. ഇനി അടുത്തത് താഴോട്ടെടുത്തിട്ട് നമ്മുടെ ഷാഡോ സ്റ്റിച്ച് തന്നെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചെറിയ ഈ ഒരു കർവി ആയിട്ടുള്ള പെറ്റൽ മാതിരിയോ ലീഫ് മാതിരിയോ ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ ഭംഗി ഉണ്ടാവുക. നിങ്ങൾക്ക് മുകളിൽ അന്നേരം നീളം കൂടുതലാണെങ്കിൽ സ്റ്റിച്ച് നീളം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തോളുക. പക്ഷെ കുറച്ചും കൂടി ഇത് നോക്കുമ്പോൾ ഒരേ മാതിരി ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പെറ്റലിലേക്ക് ചാടുമ്പോൾ താഴത്തെ ഈ നമ്മൾ സ്റ്റെം പോർഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ താഴത്തെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടി കയറാവുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ആ ത്രെഡ് പോയിരിക്കുന്നതിന് ഒരു സപ്പോർട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലീഫും കൂടി ഇതേപോലെ തന്നെ ഞാൻ ചെയ്തു പോവുകയാണ്. അത് കുറച്ച് സ്പീഡ് ആക്കുകയാണ്. ഓൾറെഡി വീഡിയോ നല്ല ലെങ്തി ആയി. അപ്പോൾ ഇതേപോലെ തന്നെ നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ ലെങ്ത്ത് മുകളിലും താഴെ എടുക്കുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, ഇതൊന്നും ഞാൻ ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോർമലി ചെയ്യുന്ന പോലെ തന്നെ തീർത്ത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ അങ്ങനെ തീർത്തു. ഇതൊരു 5 എണ്ണം ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക, ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. അടുപ്പിച്ചാണ് അതിൻ്റെ പെറ്റൽസിനകത്ത് ഇതൊക്കെ വന്നിരിക്കുന്നത്. ശരിക്കും ഷാഡോ നിങ്ങൾക്ക് വിസിബിൾ ആവും. വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ആക്ച്വലി നല്ല ഭംഗിയായിട്ട് വരും. ഇതൊരു 5 ഫ്ലവേഴ്സിൻ്റെ ബഞ്ചാണ് ഒരെണ്ണമുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ കസ്റ്റമറിന് കുറച്ച് കൂടുതൽ ബോർഡേഴ്സിൽ വേണമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നോക്കുക, ഇതേമാതിരി ഞാനൊരു 10-11 ഡിസൈൻസ് മൊത്തം ഈ ഒരു സാരിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. മുന്താണി ഈ ഒരു രീതിയിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഡിസൈൻ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 കോർണറിലും മുന്താണിയുടെ 2 കോർണറിലും വരച്ചിട്ടുണ്ട്. സോ ഇതാണ് ഈ ഡിസൈൻ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.